നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ MP ഉയർത്തിയ വിവാദം അവഗണിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. നിലമ്പൂരിലേക്ക് പ്രചരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന പരാതി ശശി തരൂർ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ്. പരാതി പറയാൻ അതേ ദിവസം തന്നെ തിരഞ്ഞെടുത്തതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കാകെ വലിയ അതൃപ്തിയുണ്ട്. താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടാണ് ശശി തരൂരിന്റെ പരാതിയെ കോൺഗ്രസ് പ്രതിരോധിച്ചത്. താരപ്രചാരകരിൽ 8ാം പേരുകാരനാണ് ശശി തരൂർ. എന്നിട്ടും ശശി തരൂരിനെന്തേ നിരന്തരം പരാതിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ചോദിക്കുന്നത്. ശശി തരൂരിന്റെ പരാതി അവഗണിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന നേതൃത്വവും ശശി തരൂരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും നേതാക്കൾ പറയുന്നു. പ്രചരണ കാലയളവിൽ വിദേശ പര്യടനത്തിലായിരുന്ന ശശി തരൂരിനെ എങ്ങനെ ക്ഷണിക്കുമെന്നാണ് ചില നേതാക്കൾ ചോദിക്കുന്നത്. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ശശി തരൂരിൻ്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിൻ്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. പുതിയ വിവാദത്തിൽ പരസ്യപ്രതികരണം വേണ്ടെന്നാണ് നേതാക്കളോടുള്ള KPCCയുടെ നിർദ്ദേശം. BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശശി തരൂർ തന്നെ തള്ളിയത് കോൺഗ്രസിന് ആശ്വാസമാണ്. അപ്പോഴും നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ. സലിം മാലിക്, 24, തിരുവനന്തപുരം.